എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഓസോൺ പാളിയെ കുറിച്ചിട്ടാണ്. സാധാരണ വേനൽക്കാലം എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ് അല്ലെങ്കിൽ മാർച്ച്, ഏപ്രിൽ ആ സമയത്തൊക്കെയാണ്. ഈ സമയത്ത് നല്ല ചൂടായിരിക്കും അല്ലേ? അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഒരു കുടയുടെ ആവശ്യം എന്തായാലും ഉണ്ട്. കൂടുതൽ ആളുകളും കുട എടുത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ ഈ ചൂടത്ത് നമ്മൾ ഈ കുട എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കുടയ്ക്ക് വല്ല സുഷിരങ്ങളോ അല്ലെങ്കിൽ കീറിയതൊക്കെ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ആ വെയിൽ നമ്മളുടെ ദേഹത്ത് നേരിട്ടടിക്കും. അപ്പോഴാണ് ആ കുടയുടെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. ഇതുപോലെ തന്നെ ഭൂമിനെ ഒരു പാളിയായി, ഒരു കുട പോലെ സൂര്യൻ്റെ രശ്മിയിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു പാളിയുണ്ട്. അതാണ് ഓസോൺ പാളി. ഇനി നമുക്ക് ഓസോൺ പാളിയുടെ വിശദമായ വിവരങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇപ്പോൾ ഈ ചിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, എർത്തിൻ്റെ പല പല ലെയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും നടുവിലായി സ്ഥിതി ചെയ്യുന്ന ലെയറാണ് ഓസോൺ ലെയർ. കൃത്യമായി പറയുകയാണെങ്കിൽ, ആസ് ദ ഓസോൺ ഗ്യാസ് ഈസ് കോൺസെൻട്രേറ്റഡ് in the upper atmosphere as a layer, it is called ozone layer. It protects the life forms of the earth by absorbing the harmful ultraviolet rays from the sun. അതായത് സൂര്യനിൽ നിന്നുള്ള മനുഷ്യർക്ക് ഹാനികരമായ, സസ്യ ജീവജാലങ്ങൾക്ക് ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ വിടാതിരിക്കലാണ് നമ്മളുടെ ഓസോൺ ലെയറിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയാം. അപ്പോൾ ഈ യു വി റൈസ് എത്ര തരം, അതിൽ ഓസോൺ ലെയർ യു വി റൈസിനെ എത്ര % അബ്സോർബ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 3 തരം യു വി റൈസ് ആണുള്ളത്: യു വി എ, യു വി ബി, യു വി സി. യു വി എ എന്ന് പറയുന്നത് അത്ര പ്രശ്നമില്ല, അധികം മനുഷ്യർക്ക് ഹാനികരമല്ല. അപ്പോൾ അതിലത്തെ 5% മാത്രമാണ് ഓസോൺ ലെയർ അബ്സോർബ് ചെയ്യുക. ബാക്കി ഫുള്ള് ഭൂമിയിലേക്ക് കടത്തിവിടും. പിന്നെയുള്ളത് യു വി ബി റൈസാണ്. അത് അത്യാവശ്യം കുറച്ച് ഹാനികരമാണ് മനുഷ്യർക്ക്, ജീവജാലങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഓസോൺ ലെയർ അതിന് 95% അബ്സോർബ് ചെയ്ത് ബാക്കി 5% ഭൂമിയിലേക്ക് കടത്തിവിടുക. പിന്നെയുള്ളത് യു വി സി റൈസാണ്. അത് 100% അബ്സോർബ് ചെയ്യും. ഇനി ഇതുപോലെയൊക്കെ നമ്മളുടെ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓസോൺ ലെയർ എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടതെന്ന് നോക്കാം. സാധാരണ ഓക്സിജൻ തന്മാത്രകൾക്ക് 2 ആറ്റമാണ് ഉള്ളത്. അതിലേക്ക് യു വി റൈസ് ഒന്ന് തട്ടുമ്പോൾ അത് സ്പ്ലിറ്റായി ഓരോ ആറ്റമായി മാറും. ഇങ്ങനെയുള്ള ഓരോ ആറ്റത്തിന് ഒപ്പം നിൽക്കണമെങ്കിൽ മറ്റ് 2 ആറ്റമുള്ള ഓക്സിജൻ തന്മാത്രകളൊപ്പം ചേർന്ന് 3 ആറ്റമുള്ള ഓസോൺ ലെയറായിട്ട് മാറും. ഇങ്ങനെയാണ് ഓസോണിൻ്റെ രൂപീകരണം സംഭവിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് അൾട്രാവയലറ്റ് റേസ് ആണ്. അതായത് അൾട്രാവയലറ്റ് റേസ് കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ക്ലൈമറ്റിക് ചേഞ്ചാണ്. പിന്നെ സ്കിൻ ക്യാൻസർ, ബ്ലൈൻഡ്നെസ്, പ്രീമച്വർ ഏജിങ്, ഡിസ്ട്രക്ഷൻ ഇൻ ഫുഡ് ചെയിൻ, ക്രോപ്പ് ഫെയിലിയർ, സ്റ്റൺ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഇതൊക്കെയാണ് നമ്മളുടെ യു വി റേസ് കാരണമുണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സ്. അടുത്തതായി ഓസോൺ ഡിപ്ലീഷൻ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ സംഭവിക്കുന്നതെന്ന്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണർ, പലതരം സ്പ്രേകൾ, ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, പെയിൻറ്റുകൾ തുടങ്ങിയവ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഹാലോൺ എന്നിങ്ങനെയുള്ള ഗ്യാസുകൾ ഫോം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സായി കാണപ്പെടുന്നു. ഇത്തരം ഗ്യാസുകൾ നമ്മളുടെ അന്തരീക്ഷത്തിൽ ദീർഘകാലം നിലനിൽക്കുകയും തുടർന്ന് അന്തരീക്ഷത്തിന് മുകൾ ഭാഗത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു.
അതിനുശേഷം അൾട്രാ വയലറ്റ് റേസുമായി റിയാക്ട് ചെയ്ത് അതിൽ നിന്നും ക്ലോറിനും ബ്രോമിനും ഉണ്ടാകുന്നു. ക്ലോറിനാകട്ടെ ഓസോൺ ലെയറിലെ അല്ലെങ്കിൽ ഓസോൺ മോളിക്യൂൾസിലെ 1,00,000 ഓസോൺ മോളിക്യൂൾസിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ബ്രോമിനാകട്ടെ ക്ലോറിൻ്റെ 40 മടങ്ങ് ഓസോൺ മോളിക്യൂൾസിനെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ഇതുമൂലം സംഭവിക്കുന്ന ഡിപ്ലീഷനെയാണ് നമ്മൾ ഓസോൺ ഹോൾ എന്ന് പറയുന്നത്. ഓസോൺ ഡിപ്ലീഷൻ സംഭവിക്കുമ്പോൾ തീർച്ചയായും അതിന് എതിരെയായി അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നതിനായി ഓരോ നടപടികൾ എന്തായാലും വരും. ഇതിനെ തുടർന്ന് ഓസോൺ ലെയറിനെ സംരക്ഷിക്കുന്നതിനായി വന്നിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: The Montreal Protocol is an international treaty aimed at banning the products that causes ozone depletion at various levels. It was signed as a landmark for the conservation of ozone in 1987. Vienna Summit. It has been proved that by the implementation of the treaty, the ozone depletion over the Antarctic region has considerably lowered. To create awareness on the need of conservation of ozone and to control the use of products leading to ozone depletion, 16th September of every year is observed as World Ozone Day. കൂട്ടുകാരെ, ഓസോൺ ദിനത്തിൽ ഓസോൺ ലെയറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്തെല്ലാം സാധിക്കും? അത് നിങ്ങളൊരു പ്രവർത്തനമായി ചെയ്തു നോക്കൂ. ഇന്നെടുത്ത ഈ ടോപ്പിക് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി.